ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിൻറ്റൂസ് ലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി മത്തങ്ങ കറി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതിനാവശ്യമായിട്ട് നമുക്കൊരു ഹാഫ് പോർഷൻ ഒരു ചെറിയ മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ, 4 ചുവന്നുള്ളി, 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം എന്നിവയൊക്കെ ചേർത്ത് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മത്തങ്ങയുടെ കഷ്ണങ്ങളും അല്പം വെള്ളവും ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്പൂണിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ കറിക്ക് നല്ല തിക്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉടച്ച് ചേർക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്നും കൂടെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. നമ്മുടെ ആ അരപ്പിൻ്റെ ആ പച്ച ചൊവയും മണവും ഒക്കെ മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മത്തങ്ങ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പിടി തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് കടുകൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാനത് ഓയിൽ ഫ്രീ റെസിപ്പി ആയതുകൊണ്ട് എണ്ണ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.